നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ബി ജെ പിയും അവരുടെ സഖ്യകക്ഷികളുമൊക്കെ. അബ്കി ബാർ 400 പാർ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ വരെ ഉയർത്തിയിരുന്ന മുദ്രാവാക്യം അതായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ തന്നെ മോദിക്ക് ആ വലിയ കോൺഫിഡൻസ് നഷ്ടമായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി കോൺഗ്രസിന് വോട്ട് ചെയ്യല്ലേ എന്നാണ് അലറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതിനോടൊപ്പം മുസ്ലിം വിദ്വേഷവും കോൺഗ്രസ് ആക്രമണവും സമം ചേർത്താണ് ഇപ്പോൾ പ്രധാനമന്ത്രി എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളിലും പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ആത്മവിശ്വാസക്കുറവ് പ്രധാനമന്ത്രിക്ക് അടക്കമുണ്ടായത്? ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സുപ്രധാന സംസ്ഥാനങ്ങളിൽ ഇവിടെയൊക്കെ ബി ജെ പി പ്രതീക്ഷിച്ചിരുന്ന ജാതി വോട്ട് പാറ്റേണുകളിൽ മാറ്റമുണ്ടായിരിക്കുന്നു എന്നതാണ് മോദിയുടെ ഇത്തരത്തിൽ പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ അജണ്ടകൾ നടപ്പാക്കിയത് വഴി ഈസി വാക്കോവറായിരുന്നു മോദിയും സംഘവുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ തങ്ങളുടെ പ്രാതിനിധ്യക്കുറവ് അത് സാമുദായിക ആവശ്യങ്ങളിലെ ബി ജെ പി ഇരട്ടത്താപ്പടക്കം ജാതി സംഘടനകൾ ഉയർത്തിക്കാണിക്കുന്നു. അങ്ങനെ ഉയർത്തിക്കാണിക്കുന്നതോടുകൂടി ബി ജെ പി ഗ്രൗണ്ടിൽ വിയർക്കുന്ന ഒരു കാഴ്ചയാണ് ഒന്നാം ഘട്ടത്തിലും തൊട്ടു പിന്നാലെ നടന്ന രണ്ടാം ഘട്ടത്തിലും ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി വിയർക്കുന്നത്. നമുക്കറിയാം, 2019 ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിൽ 64 സീറ്റുകളിലും ബി ജെ പിയും സഖ്യകക്ഷികളുമായിരുന്നു വിജയം നേടിയത് എന്നുള്ളത് ചരിത്രമാണ്. രാജസ്ഥാനിലെ 25-ൽ 25-ഉം മധ്യപ്രദേശിലെ 29-ൽ 28-ഉം എൻ ഡി എ പിടിച്ചെടുത്തിരുന്നു. 2024 സ്ഥിതി വ്യത്യസ്തമാകും. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഇക്കുറി 2019 ആവർത്തിക്കില്ല എന്ന് മോദിക്കും സംഘത്തിനും വളരെ കൃത്യമായി മനസ്സിലായിരിക്കുന്നു. രാമക്ഷേത്രം, ആർട്ടിക്കിൾ 370, CAA ഉൾപ്പെടെയുള്ളവ വഴി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വർഗീയ ഏകീകരണം അത് തിരഞ്ഞെടുപ്പ് വരേക്കും നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഓരോ സംസ്ഥാനങ്ങളിലും ജാതി അജണ്ടകൾ അത് പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നു വന്നിട്ടുമുണ്ട്. പല മേഖലകളിലും ഇത് ബി ജെ പിക്കാണ് തിരിച്ചടിയാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ സ്ഥിരം വോട്ട് ബാങ്കായിട്ടുള്ള ക്ഷത്രിയ സമുദായം ബി ജെ പി വിരുദ്ധരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തങ്ങളുടെ സമുദായത്തിൽ നിന്നുള്ള അംഗങ്ങൾക്ക് പലപ്പോഴും കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം അത് നൽകാൻ ബി ജെ പി തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നാണ്. മറ്റൊന്ന്, രജ്പുത് ഠാക്കൂർ വിഭാഗം ബി ജെ പി ഇതര സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. 2001 ഹുക്കും സിംഗ് സമിതി റിപ്പോർട്ട് പ്രകാരം ഉത്തർപ്രദേശിലെ ഠാക്കൂർ ജനസംഖ്യ 8%. കഴിഞ്ഞ 2 ഘട്ട തിരഞ്ഞെടുപ്പുകൾ നടന്ന പടിഞ്ഞാറൻ യു പിയിലെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 10%-വും ഈ ഠാക്കൂർ വിഭാഗമാണ് എന്നുള്ളതാണ്. ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നിട്ടുള്ള പശ്ചിമ യു പിയിലെ പല മണ്ഡലങ്ങളിലും ഠാക്കൂർ വോട്ടർമാർ ഒന്നുകിൽ ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വിട്ടു നിൽക്കുകയോ ചെയ്തു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെന്നുള്ളതാണ്. ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള ഷാഹർപൂർ ആ മണ്ഡലം ഉൾപ്പെടെയുള്ളവയിലെ ഫലത്തിൽ ഇത് പ്രതിഫലിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നിട്ടുള്ള പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ഗാസിയാബാദ്, ഗൗതം ബുദ്ധ നഗർ, ഭാഗ്വത് ഉൾപ്പെടെയുള്ള മേഖലകളിലും ഠാക്കൂർ വിഭാഗം ബി ജെ പിയെ പിന്തുണയ്ക്കില്ല, ബി ജെ പിയെ കൈയൊഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്ഷത്രിയരെ പിന്തുണയ്ക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ബി ജെ പി അവിടെ ഈ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിൽ തങ്ങളുടെ സമുദായത്തെ അല്ലെങ്കിൽ തങ്ങളുടെ സമുദായത്തെ അവഗണിക്കുന്ന ഒരു സാഹചര്യം എന്ന് ഠാക്കൂർ സംഘടനകൾ അടക്കം പരസ്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. ബി ജെ പി ഇതര പാർട്ടികൾക്ക് വോട്ട് ചെയ്യുവാൻ അവർ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇതൊക്കെ വലിയ ആശങ്കകളായി ബി ജെ പിക്ക് അടക്കം ഉണ്ടാകുന്നുണ്ട്. അതായത് പടിഞ്ഞാറൻ യു പിയിലെ വിവിധ മേഖലയിൽ മുസ്ലിം സ്വാധീന മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ ഠാക്കൂർ ഉൾപ്പെടെയുള്ളവരുടെ വോട്ട് കൂടി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് ഗുണകരമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കരിമ്പ് കർഷകർ അധികമായി വസിക്കുന്ന ഈ മേഖലകളിൽ കർഷക പ്രക്ഷോഭം ഉൾപ്പെടെയുള്ളവയും മാത്രമല്ല മോദി സർക്കാരിനെതിരുള്ളൊരു സർക്കാർ വിരുദ്ധത അത് ആക്കം കൂട്ടിയിട്ടുമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. OBC വിഭാഗമായിട്ടുള്ള ജാട്ട് വോട്ടുകളിൽ നിശ്ചിത ശതമാനം കർഷക വിഷയങ്ങളെ ചൊല്ലിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിന് വോട്ട് നൽകുന്നു എന്ന് വേണമെങ്കിൽ വിലയിരുത്തേണ്ടി വരും. 2019 മോദി തരംഗത്തിലും പശ്ചിമ യു പിയിൽ നിന്നുള്ള മണ്ഡലങ്ങളിൽ BSPയും SPയും പലതരത്തിലുള്ള സീറ്റുകൾ അവിടെ നിന്ന് നേടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ മേഖലയിൽ നിന്ന് അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി സഖ്യത്തിന് വലിയ തോതിൽ സീറ്റുകൾ ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. പുതിയ സാഹചര്യങ്ങൾ കൂടി കടന്നു വന്നതോടെ ഈ മേഖലയിൽ BJPക്ക് പ്രതീക്ഷിച്ചതിലും വലിയ തിരിച്ചടി ഉണ്ടായേക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പറയപ്പെടുന്നു. 2014, 2019 പോലെയല്ല രാജസ്ഥാനിലെയും സ്ഥിതിഗതികൾ. കാരണം അവിടെ ഈ ജാട്ട് വിഭാഗങ്ങൾ, ആ ജാട്ട് വിഭാഗങ്ങൾക്ക് ആധിപത്യമുള്ള ഷെഖാവത്തി മേഖലയിലൊക്കെ ഇക്കുറി BJPക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കാം. അതിനുള്ള സാധ്യതകൾ പ്രവചിക്കപ്പെടുന്നുണ്ട്. അതായത് പഴയതുപോലെ മോദി വികാരമൊന്നും രാജസ്ഥാനിൽ ഒരിടത്തും ദൃശ്യമാകുന്നില്ല എന്നുള്ളതാണ്. ദൗസ, സിക്കാർ, ചുരു, ജുൻജുനു തുടങ്ങിയിട്ടുള്ള ഷെഖാവതി മേഖലയിലൊക്കെ അവിടെയൊക്കെ കോൺഗ്രസും BJPയും തമ്മിൽ കടുത്ത മത്സരങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് രാജസ്ഥാൻ. ഹിന്ദുത്വ വികാരത്തിനപ്പുറം പ്രാദേശിക പ്രശ്നങ്ങളാണ് പല മണ്ഡലങ്ങളിലും ഇവർ ഉയർത്തിക്കാണിക്കുന്നത് എന്നുള്ള, അല്ലെങ്കിൽ അവിടെ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. പല മേഖലകളിലും ഗുജ്ജറുകളും അസന്തുഷ്ടരാകുന്ന ഒരു സാഹചര്യം. അവരും കോൺഗ്രസിനെ ഒരു ഓപ്ഷനായി കണ്ടിട്ടുണ്ട്. ഇക്കുറി ഏതായാലും BJPക്ക് രാജസ്ഥാനിൽ 25 സീറ്റ് പൂർണ്ണമായി ലഭിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന് പാർട്ടിയുടെ കോട്ടയാണ് ഗുജറാത്ത് എന്ന് പറയപ്പെടുന്നത്. പാർട്ടിയുടെ കോട്ടയായിട്ടുള്ള ഗുജറാത്തിൽ പോലും BJP പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ജാതി സമവാക്യങ്ങൾ എന്നുള്ളത്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഗുജറാത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് BJPക്ക് ക്ഷത്രിയ സമുദായത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ക്ഷത്രിയ പ്രതിഷേധത്തെ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. രാജ്കോട്ടിലെ BJP സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള പർഷോത്തം റൂപാല ക്ഷത്രിയ സമുദായത്തിനെതിരെ നടത്തിയ പ്രസ്താവനയാണ് ഗുജറാത്തിൽ ക്ഷത്രിയ രോഷത്തിന് കാരണമായിട്ടുള്ളത്. പല വിദേശികളും നമ്മെ ഭരിച്ചു, അവരൊക്കെ പല വിധത്തിൽ നമ്മെ പീഡിപ്പിച്ചു എന്നും ബ്രിട്ടീഷുകാരും അവരിലുണ്ട്, നമ്മുടെ പലതരത്തിലുള്ള പല രാജാക്കന്മാരും അവർക്ക് വഴങ്ങിക്കൊടുക്കുന്ന സമീപനം സ്വീകരിക്കപ്പെട്ടവരാണ്. പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തു എന്നായിരുന്നു മറ്റൊരു സമുദായത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറയുന്നതിനായിട്ട് രൂപാല അന്ന് പറഞ്ഞത്. എന്നാൽ ഇത് ഗുജറാത്തിലെ ക്ഷത്രിയ വംശങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉയർത്തി എന്നുള്ളതാണ്. ക്ഷത്രിയ സംഘടനകൾ തെരുവിൽ യോഗം വിളിച്ച് BJP വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നു. BJP നേതാക്കൾ സംസ്ഥാനത്തെ 108 ക്ഷത്രിയ സംഘടനകളെ അവരെ നേരിട്ട് വിളിച്ച് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തി. ഈ ക്ഷത്രിയ സംഘടനകളുടെയൊക്കെ സങ്കലൻ സമിതിയുടെ രണ്ടാമത്തെ തന്നെ പ്രധാന കൺവെൻഷൻ, ആ പ്രധാന കൺവെൻഷൻ സൂറത്ത് ജില്ലയിലെ ഖാലി ഗ്രാമത്തിലെ കേതേശ്വർ മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ നടക്കുകയും ചെയ്തു. ഇവിടെയൊക്കെ വെച്ച് ഈ വിഷയത്തിൽ ക്ഷത്രിയ സംഘടനകൾ തിരഞ്ഞെടുപ്പിലെ അന്തിമ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ആ നിലപാടുകൾ മോദിക്ക് അനുകൂലമല്ല എന്നുള്ളതാണ്. ഇനി മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലും ഇതേ സ്ഥിതിവിശേഷം, മഹാരാഷ്ട്രയിലും ജാതി പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് അജണ്ടയായിട്ട് രൂപപ്പെടുകയാണ് എന്നുള്ളതാണ്. മറാത്ത വിഭാഗത്തിന് ജോലിയിലും വിദ്യാഭ്യാസത്തിലും ഏകദേശം 10% സംവരണം ഏർപ്പെടുത്തിയത് തന്നെ അത് നടപ്പാക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് മഹാരാഷ്ട്രയിലെ പ്രശ്നമുയരുന്നത്. മറാത്ത വിഭാഗത്തിന് 10% സംവരണം നൽകുന്ന ബില്ല് നിയമസഭ ഏകകണ്ഠമായാണ് പാസാക്കിയത് എങ്കിലും അത് നടപ്പിലാക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാണ് ഇപ്പോഴും. ഈ വികാരമൊക്കെ മുതലെടുക്കുവാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞാൽ, ഇന്ത്യ സഖ്യം അതിന് ശ്രമിക്കുന്നുണ്ട്, അത് കഴിഞ്ഞാൽ BJPക്ക് ദോഷകരമായി ഭാവിക്കും. അത് BJPക്ക് വേണ്ടി OBC വിഭാഗങ്ങൾ മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മറാത്ത വിഭാഗക്കാരെയാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അത് ഇന്ത്യ മുന്നണിക്ക് ഗുണമാവുകയും ചെയ്യും. ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടികളെ പുലർത്തിക്കൊണ്ട് സഖ്യത്തിൻ്റെ സാധ്യതകളെ അവസാനിപ്പിച്ചും പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചും അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചും ഈ തിരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായി കൊണ്ടുപോകാമെന്ന മോദിയുടെയും ഒപ്പം തന്നെ അമിത്ഷായുടെയും ഒക്കെ പ്രതീക്ഷകളെ അല്ലെങ്കിൽ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് രാജ്യത്തെ വിവിധ ജാതി പ്രശ്നങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് അജണ്ടയായി ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. രാമക്ഷേത്രം ഉൾപ്പെടെയുള്ളവ ഉത്തർപ്രദേശിൽ പോലും വലിയ തിരഞ്ഞെടുപ്പ് പ്രചാരണം അതല്ലാതായി മാറിയിരിക്കുന്നു. രാമക്ഷേത്രം ഒരു വികാരമൊന്നുമല്ല. രാമക്ഷേത്ര വികാരം ഉൾപ്പെടെയുള്ള അജണ്ടകൾ ഹിന്ദി ഹൃദയഭൂമിയിൽ പോലും കെട്ടുപോയിട്ടുണ്ട് എന്നതാണ് മോദിയുടെ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടി കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലടക്കം നടത്തിയത് എന്നുള്ളതാണ്. ഒരു സെക്യുലർ രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരിക്കലും ചേർന്നതല്ല ഈ പണിയെന്ന് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളടക്കം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ അടക്കം പറയുമ്പോഴും തിരഞ്ഞെടുപ്പിലെ ജാതി വികാരങ്ങൾ അവസാനിപ്പിച്ച് ഹിന്ദു ഏകീകരണത്തിന് മുസ്ലിം വിരുദ്ധതയാണ് ഏറ്റവും വലിയ ആയുധമെന്ന് മോദി മനസ്സിലാക്കുകയും അങ്ങനെ മോദി പ്രതികരിക്കുകയും ചെയ്തു. തൻ്റെ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയായിരിക്കുക മാത്രമേ ചെയ്തുവെന്നും മോദിക്ക് വ്യക്തമായ ഒരു ബോധ്യം ഇപ്പോഴുണ്ട്.
ഹിന്ദുത്വ വികാരം ഉണർത്തുന്നതിന് എന്ത് കളി കളിച്ചാലും 400 എന്ന അത്ഭുത സംഖ്യയിലേക്ക് BJP എത്തില്ലെന്ന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ BJP ഭരണത്തിലേക്ക് എത്തിയാലും BJPയുടെ പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ടവും 2ാം ഘട്ടവും അവസാനിക്കുമ്പോൾ ആശങ്കകൾ ഏറുകയാണ് BJPക്ക്. കഴിഞ്ഞ ആത്മവിശ്വാസം, കഴിഞ്ഞ 2019 ആത്മവിശ്വാസം, 2024 തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ആത്മവിശ്വാസം, അത് 1ാം ഘട്ട 2ാം ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ BJPക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അത് എന്തിൻ്റെ സൂചനയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. ജാതി കാർഡുകൾ ഉപയോഗിച്ചതിലെ തെറ്റുകൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് BJP.